ബിഗ് ബോസ് മലയാളം സീസൺ 7 32-ാം എപ്പിസോഡിന്റെ റിവ്യൂവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ റിവ്യൂവും അനുമോൾ തന്നെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിനകത്തൊട്ടും തന്നെ അതിശയോക്തിയില്ല. എപ്പിസോഡിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും അനുമോൾ അങ്ങനെ നിറഞ്ഞാടുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സത്യത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അനുമോൾക്ക് വീണ് കിട്ടിയിരുന്നു. അതായത് അനുമോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം അപ്പടി കോപ്പി അടിക്കുവാൻ, അനുകരിക്കുവാൻ വേണ്ടി ജിസൈൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. ജിസൈൽ ശരിക്കും കഥയറിയാതെ ആട്ടം കണ്ടുകൊണ്ട് ചാടി വീണതാണ്. പക്ഷേ അനുമോളുടെ കക്ഷത്തിലായിപ്പോയി ജിസൈലിന്റെ തല. അത് ഊരിയെടുക്കാൻ പെട്ട പാട്. എന്നാൽ അനുമോൾക്ക് ആ ഗെയിം നല്ല ഒന്നാന്തരമായിട്ട് കളിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ജിസൈലിനോടൊരു സോഫ്റ്റ് കോർണർ മെന്റാലിറ്റി അനുമോൾ കാണിച്ചു. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും പണി ജിസൈലിന് കൊടുത്തില്ല. അല്പസ്വല്പമൊക്കെ മാത്രമേ കിട്ടിയുള്ളൂ. മറ്റൊരു സംഭവം, അനുമോളുടെ പല്ലടിച്ചു കൊഴിക്കുവാൻ വേണ്ടി അനുമോളുടെ പഴയ സുഹൃത്തായിരുന്ന ശൈത്യ ഉറഞ്ഞു തുള്ളി നടക്കുന്ന കാഴ്ച. മറുഭാഗത്താകട്ടെ ആര്യൻ അനുമോളുടെ നഷ്ടപ്പെട്ടു പോയ പ്രണയത്തെക്കുറിച്ച് വലിയ ആഘോഷം നടത്തുന്ന കാഴ്ച. അതിലൊക്കെ ഉപരി ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓണാഘോഷത്തിലേക്ക് എത്തുകയാണ്. ആദ്യമായിട്ടാണ് ബിഗ് ബോസിനുള്ളിൽ ഓണം ആഘോഷിക്കപ്പെടുന്നത്. പഴയ സീസണുകളിലൊക്കെ വിഷു ആണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ഓണാഘോഷത്തോടുള്ള ബന്ധത്തിൽ ഒരു പ്രത്യേക വിഭവം ആ വീട്ടുകാർക്ക് ഉണ്ടാക്കാനുള്ള ഒരു അവസരം വരികയാണ്. അതിനുവേണ്ടി ഹോട്ട്സ്റ്റാർ വഴി പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ബിഗ് ബോസ് ചോദിച്ചത്. അങ്ങനെ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത വ്യക്തി അനുമോളായിരുന്നു. 2 പ്രാവശ്യം അനുമോളെ പട്ടിയെപ്പോലെ ആട്ടി ആ അടുക്കളക്കകത്തുനിന്ന് ഇറക്കി വിട്ടതാണ്. ആ അടുക്കളയിലേക്ക് മടങ്ങി കയറുവാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളത് മാത്രമല്ല, എല്ലാവർക്കും വലിയൊരു അമ്പരപ്പായി അനുമോളെ എല്ലാ പ്രേക്ഷകരും തിരഞ്ഞെടുത്തുവെന്ന്. കള്ളിയെന്നും പ്രാകുന്നവളെന്നും വൃത്തികെട്ട സ്ട്രാറ്റജിയുമായിട്ട് ഇറങ്ങി തിരിച്ചവളെന്നും അഭിനയിക്കുന്നവളെന്നും ഫേക്കെന്നും അങ്ങനെ ആ വീട്ടിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് അനീഷ് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അനുമോൾക്കിട്ട് ഓരോരോ പേര് പറഞ്ഞ് ചാപ്പ കുത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും മുൻപിൽ അനുമോൾക്ക് ഇന്ന് ലഭിച്ചൊരു അംഗീകാരമായിരുന്നു അടുക്കളയിൽ കയറി ഓണത്തിന്റെ വിഭവം ഉണ്ടാക്കുക എന്നുള്ളത്. ബിഗ് ബോസ് കൊടുത്ത കത്തവട വായിച്ച് പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് അനുമോളെയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും സകലമാന ആൾക്കാരുടെയും കിളി പോയി കേട്ടോ. ആകപ്പാടെ നഷ്ടബോധത്തോടു കൂടി പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന, എല്ലാം കൈവിട്ടു പോയല്ലോ എന്നോർത്ത് തകർന്നിരിക്കുന്ന ഒരു കൂട്ടം സഹമത്സരാർത്ഥികളെ നമുക്കവിടെ രാവിലെ തന്നെ കാണുവാൻ കഴിഞ്ഞു. അനുമോൾക്ക് പുറത്ത് ഏറെക്കുറെ സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് മസ്താനി ഉൾപ്പെടെയുള്ള വൈൽഡ് കാർഡുകൾ കയറി വന്നപ്പോൾ അവർ തിരിച്ചറിഞ്ഞതാണ്. പുറത്ത് നടക്കുന്നതൊന്നും അകത്ത് പറയാൻ പാടില്ല എന്നുള്ളൊരു വിലക്കുണ്ടായിരുന്നത് കൊണ്ട് കാര്യമായിട്ടൊന്നും തുറന്നടിക്കുവാൻ പറ്റിയില്ല. പിന്നെ മസ്താനി പറഞ്ഞത് കേട്ടപ്പോൾ ചിലർക്കത് വിശ്വസിക്കാനും തോന്നിയില്ല. വൈൽഡ് കാർഡായിട്ട് വരുന്നവർ നമ്മളെ പരിഭ്രമിപ്പിക്കുവാനും നമ്മളെ തെറ്റിദ്ധരിക്കുവാനും അങ്ങനെ പല വേലത്തരങ്ങളും വിളച്ചിലുകളും കാണിക്കും. അതിലൊന്നും നമ്മൾ വീഴേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അക്ബർ ആൻഡ് ടീം ഇന്ന് ബിഗ് ബോസിന്റെ കത്ത് കിട്ടി അത് വായിച്ചു കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്തംഭിച്ചു പോയതുപോലെ ആയിപ്പോയി. ഇത്രത്തോളം മാരകമായ സപ്പോർട്ട് പുറത്തുണ്ടല്ലേ. ഈ തിരിച്ചറിവിൽ ഞെട്ടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പുറകിന് നടന്ന് ഇറിറ്റേറ്റ് ചെയ്ത് അനുമോളെ കരയിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കൊച്ചു പെങ്കൊച്ചുണ്ടല്ലോ, ചീവിട് രണ ഫാത്തിമയൊക്കെ എലി പോയ അടിവില്ലിൽ വീണതുപോലെ ആയിപ്പോയി. എന്തായാലും ഒരു കാര്യം ഏകദേശം ഉറപ്പിക്കാം, ഇനി പഴയതുപോലെ അനുമോൾ അവിടെ വേട്ടയാടപ്പെടാൻ സാധ്യതയില്ല. അനുമോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ മുഖം വാടിയെന്ന് മാത്രമല്ല, അനുമോൾ ഈ ടോർച്ചറിങ്ങിനകത്തുനിന്ന് രക്ഷപ്പെടുകയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് കണ്ട ഗംഭീരമായൊരു മലക്കം മറിച്ചിൽ അത് നെവിൻ്റേതായിരുന്നു. ഇവൾ ഇവിടുന്ന് പുറത്തു പോകണം, ഇവളെ പുറത്താക്കും ഞാൻ, ഇവളെ പുറത്താക്കാൻ ബിഗ് ബോസ് തയ്യാറാകുന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഈ ഷോ കിട്ടിയത് പുറത്തു പോകും എന്ന് പറഞ്ഞ് വെല്ലുവിളി നടത്തുകയും അങ്ങനെ പുറത്തു പോവുകയും ചെയ്ത നെവിൻ അനുമോൾക്ക് പുറത്ത് മാസ് സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞതോടുകൂടി കളം മാറ്റി ചവിട്ടി ഇന്ന് അയാൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്, ഈ വീട്ടിലെ പ്യുർ സോള്, കളങ്കമില്ലാതെ ഗെയിമിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ആൾക്കാരെ ഈ വീട്ടിലുള്ളൂ. അതിലൊന്ന് അനുമോളാണ്, മറ്റൊന്ന് ജിസൈലാണെന്നും പറഞ്ഞു. മാത്രവുമല്ല, രാവിലെ മുതൽ നെവിന്റെ ചെങ്ങാത്തം മുഴുവനും അനുമോളുടെ കൂടെയായിരുന്നു. എന്തൊരു മാറ്റമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ പഴയതുപോലെ അനുമോൾ വേട്ടയാടപ്പെടുകയില്ല. സ്വസ്ഥതയോടുകൂടി കുറെ ദിവസങ്ങൾ ഇനി മുമ്പോട്ട് പോകുവാൻ കഴിയും. അതിനനുസരിച്ച് അനുമോൾ തന്റെ ഗെയിം സ്ട്രാറ്റജി കൂടി ഒന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ കളി ഉഷാറാകാനാണ് സാധ്യത. എല്ലാം അനുമോളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും എപ്പിസോഡിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. കാരണം നമ്മുടെ ചാനൽ കാണുന്ന ഏകദേശം 85% ആൾക്കാരും വീഡിയോ കണ്ടുപോകുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഛേദമില്ലാത്തൊരു ഉപകാരമാണല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ആ കൂട്ടത്തിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുവാൻ സാധിക്കുന്നത്, ആ വീട്ടിലെ മറ്റുള്ള എല്ലാ അംഗങ്ങൾക്കും വേണ്ടി ഒരു സ്പെഷ്യൽ ഓണ വിഭവം ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഹോട്ട്സ്റ്റാറിന്റെ ഫാൻ സോൺ വഴി.
അപ്പോൾ ആ ഓണവിഭവം ഉണ്ടാക്കുവാൻ വേണ്ടി ആരാണ് തെരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്നുള്ള ചോദ്യത്തിന് പ്രേക്ഷകരിൽ മെജോറിറ്റി വോട്ട് ചെയ്തിരിക്കുന്നത് അനുമോളയാണ്. എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർ കരുതിക്കൂട്ടി തന്നെയാണ് അത് ചെയ്തത്. അതിന്റെ കാരണം രണ്ടുണ്ട്. ഒന്ന്, അനുമോളുടെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ്, കൈപുണ്യം, ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ആ വീട്ടിൽ പുകഴ്ത്തി പറയാത്തവരാരുമില്ല. അടുക്കളയ്ക്കകത്ത് വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് അനുമോൾ ഉണ്ടാക്കിയ ഭക്ഷണം പ്ലേറ്റിനകത്ത് വാങ്ങി അത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് കഴിച്ചുകൊണ്ടിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അനുമോളെ വിളിച്ചിട്ട് പറയും, ഭക്ഷണം ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോ അങ്ങനെ സ്വാദിഷ്ടമായ ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് കൊണ്ടാവാം പ്രേക്ഷകർ ഒന്നാമത് അനുമോളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. രണ്ടാമത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത്രയും സ്വാദിഷ്ടമായ ഭക്ഷണം ആ അടുക്കളയിൽ നിന്ന് തയ്യാറാക്കിയ അനുമോളെ 2 പ്രാവശ്യം പട്ടിയെ ആട്ടുന്നത് പോലെ ആട്ടി ആ അടുക്കളയ്ക്കകത്തുനിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം അടുക്കളയിൽ നിന്ന് ഡയറക്റ്റ് വലിച്ചെറിഞ്ഞത് കക്കൂസിലേക്കാണ്. അതിന് അവർ കണ്ടെത്തിയ കുറ്റം എന്താണ്? അനുമോളുടേതായിട്ടുള്ള കുറ്റമൊന്നും ആയിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന ലക്ഷ്മി വെച്ച സാമ്പാർ, ആ സാമ്പാറാണോ അതോ ഏതെങ്കിലും ആറാണോ എന്നറിയാൻ വയ്യാത്ത രീതിയിൽ കലക്കവെള്ളം അടിച്ചു വെച്ചിരിക്കുന്നത് പോലെ ആയിപ്പോയി. അതുകൊണ്ട് ലക്ഷ്മിക്ക് പണി കൊടുക്കുവാൻ വേണ്ടി വരുമ്പോൾ ലക്ഷ്മിക്ക് മാത്രം പണി കൊടുത്താൽ ഒരു രസമുണ്ടാകത്തില്ലല്ലോ. അതുകൊണ്ട് കിച്ചൺ ടീമിനെ മുഴുവൻ കൂടി ഉടച്ചു വാർക്കുവാൻ അവരെ മുഴുവനും കൂടി എടുത്ത് കക്കൂസിനകത്തേക്ക് എറിഞ്ഞിട്ട് പുതിയ ആൾക്കാരെ അടുക്കളക്കകത്തേക്കൊക്കെ വെച്ചു. ഇതൊക്കെ വല്ലാത്തൊരു ഷോക്കായിരുന്നു അവരിലൊക്കെ ഉണ്ടാക്കിയത്, പ്രത്യേകിച്ച് അനുമോളില്. ഇതെല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇക്കുറി ഓണ വിഭവം ഉണ്ടാക്കുവാൻ വേണ്ടി ഏതടുക്കളയിൽ നിന്നാണോ ആട്ടി ഓടിക്കപ്പെട്ടത് അവിടേക്ക് മടങ്ങി വരട്ടെ എന്ന് പ്രേക്ഷകർ തീരുമാനിച്ചു. രണ്ടാമത് ഈ തീരുമാനം പ്രേക്ഷകർ അറിയിച്ചു എന്ന് ബിഗ് ബോസ് പറയുമ്പോൾ വീട്ടുകാർ മുഴുവനും കൂടി ഒന്ന് ഞെട്ടുകയാണ്. അതായത് അനുമോളുടെ കൈപുണ്യമല്ല അവിടുത്തെ വിഷയം, പ്രേക്ഷകർ അനുമോളെ തിരഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ മാസ് സപ്പോർട്ടാണ് പുറത്തുണ്ടായിരിക്കുന്നത്. അനുമോളെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു, അനുമോളെ ജനം അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പാനിയുടെയും അക്ബറിന്റെയും ഡോക്ടർ ബിന്നിയുടെയും ഒക്കെ മുഖം ആകപ്പാടെ കടന്തൽ കുത്തി വീർത്തതുപോലെ ആയിപ്പോയി. എന്ത് പറയണമെന്നറിയത്തില്ല. എല്ലാം നഷ്ടപ്പെട്ട് വഴിയരികിൽ നിൽക്കുന്ന ഒരു വഴിപോക്കനെ പോലെ ഓരോ മൂലയിൽ ഓരോരുത്തർ പകച്ചു നിൽക്കുന്ന കാഴ്ച. അനുമോളെ അടിക്കുവാൻ ഇറങ്ങിത്തിരിച്ചവരും അതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ ആൾക്കാരും അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയാണ്. എന്തു മറുപടി പറയണമെന്നറിയത്തില്ല. അതുകൊണ്ട് അവർ ശാന്തമായി തീരുമാനിക്കുകയാണ്, ഇനി മുതൽ അനുമോളെ വേട്ടയാടണ്ട. ഇപ്പോൾ ആർക്കും അനുമോളോട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പല ആൾക്കാരും മറുകണ്ഠം ചാടി തുടങ്ങി. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നെവിനെ പോലെയുള്ള ആൾക്കാർ മറുകണ്ഠം ചാടി തുടങ്ങി. ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം അനുമോളോട് പ്രകടമായി ചില വ്യക്തികൾ കാണിക്കുവാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ന്യായമായൊരു സംശയം ഞാൻ ചോദിക്കുകയാണ്, ഈ ആൾക്കാർ റിയൽ ആയിട്ടുള്ള മനുഷ്യരാണോ? ചോദിച്ചതിന്റെ കാര്യം, അനുമോൾ ഫേക്കാണ്, അനുമോൾ ഡ്രാമ കളിക്കുന്ന ആളാണ്, ഇത് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ഇപ്പോൾ മൗനമായത്? അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ നിങ്ങൾ ഈ സീസൺ മുഴുവൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം നിങ്ങൾ പറയുന്നത് ട്രൂത്താണ്. ഇത്രയും ദിവസം നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ തുടർന്നും നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങളാണ് റിയാലിറ്റി മനസ്സിലാക്കുന്ന ആൾക്കാർ. പുറത്തു നിൽക്കുന്ന പ്രേക്ഷകർ എപ്പിസോഡും ലൈവും കണ്ടു മാത്രമാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ എപ്പിസോഡിലും ലൈവിലും വരാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. അതെല്ലാം നോക്കിക്കാണുന്ന ആൾക്കാർ നിങ്ങളാണ്. നിങ്ങൾ സൈലന്റ് ആകുന്നത് എന്തുകൊണ്ടാണ്? പ്രേക്ഷകർ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് കൂട്ടത്തോടെ വായടച്ചു കളയുവാൻ തയ്യാറായത്? അപ്പോൾ സത്യം വിളിച്ചു പറയുക അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾക്ക് പ്രേക്ഷകരെ ഭയമാണ്. അനുമോൾക്കെതിരെ സംസാരിച്ചാൽ പ്രേക്ഷകർ നിങ്ങളെ തകർത്ത് കളയുമോ അല്ലെങ്കിൽ നിങ്ങളെ പുറത്ത് കളയുമോ എന്നുള്ള ആ ഒരു ഭയം നിങ്ങൾക്കുള്ളത് കൊണ്ടല്ലേ നിങ്ങളുടെ വായടഞ്ഞു പോയത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശരിക്കും ഫേക്ക് ആരാണ്? എന്തായാലും തനിക്ക് ലഭിച്ച അംഗീകാരത്തെ വളരെ തുറന്ന മനസ്സോടും ചിരിക്കുന്ന മുഖത്തോടും കൂടി അനുമോൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് പായസം എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ പായസം ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് കയറുകയാണ് വലിയ സന്തോഷത്തോടെ. അടുത്തതായി കാണുന്നത് വൈൽഡ് കാർഡുകൾക്ക് വേണ്ടിയുള്ള ടാസ്ക് ആണ്, പണിപ്പുര ടാസ്ക്. പണിപ്പുര ടാസ്ക് പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് 30 സെക്കൻഡാണ് ഈ 5 ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്നത്. 30 സെക്കൻഡിനുള്ളിൽ അവർ പണിപ്പുരയ്ക്കകത്തേക്ക് പ്രവേശിക്കണം. എല്ലാ ദിവസം പോലെ കൂട്ടമായിട്ട് ഓടിക്കയറുകയല്ല, ഓരോരുത്തരായി ഓടിക്കയറണം. അവരവരുടെ സാധനങ്ങൾ മാത്രമേ അവരവരെടുക്കുവാൻ പാടുള്ളൂ. 30ാമത്തെ സെക്കൻഡിൽ ബസറടിക്കുന്ന സമയത്ത് അവസാനത്തെ ആളും പുറത്തിറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എടുത്ത സാധനങ്ങൾ മുഴുവൻ തിരികെ കൊണ്ടിടണം എന്നുള്ള നിർദ്ദേശമാണ് ബിഗ് ബോസിൽ നിന്ന് വന്നത്. അതുകൊണ്ട് തന്നെ അവരും കുറച്ചൊക്കെ പ്ലാൻ ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരബദ്ധം പറ്റിയതാണ്. അത് പറ്റാതിരിക്കുവാൻ വേണ്ടി ഓരോരുത്തർ അകത്തേക്ക് കയറുന്നു, സാധനം എടുത്ത് പുറത്തേക്ക് വരുന്നു. അവസാനത്തെ വ്യക്തി ലക്ഷ്മിയാണ്. ലക്ഷ്മി ജസ്റ്റ് അകത്തേക്ക് കയറിയാൽ മതി, സാധനം ഒന്നും എടുക്കണ്ട, പുറത്ത് ചാടിക്കൂ എന്നുള്ള ഓർഡർ ആയിരുന്നു. അതിന് പ്രകാരം ലക്ഷ്മിയും പുറത്ത് ചാടി കൃത്യസമയം കൊണ്ട് പണിപ്പുര പ്രവേശനം പൂർത്തിയാക്കി. പക്ഷെ ഇതിനകത്തൊരു ചെറിയ പറ്റുപറ്റി. നമ്മുടെ ജിഷിൻ എടുത്തുകൊണ്ടുവന്നത് ലക്ഷ്മിയുടെ സാധനമായിരുന്നു. സ്വന്തം സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ലക്ഷ്മിയുടെ സാധനം മാറി പൊക്കിയെടുത്തുകൊണ്ട് വന്നു. അതുകൊണ്ട് ആ സാധനം തിരികെ ഇട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ലക്ഷ്മിക്ക് സ്വന്തം സാധനം എടുക്കാൻ പറ്റിയിട്ടില്ല. ജിഷിൻ എടുത്തത് ലക്ഷ്മിയുടെ സാധനവുമായിരുന്നു. അവർക്ക് 2 പേർക്ക് ഒന്നും ലഭിച്ചില്ല, ബാക്കി 3 ആൾക്കാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ സാധനങ്ങൾ ലഭിച്ചു എന്നുള്ളതിനേക്കാൾ വലിയ കാര്യം ഇതിനകത്ത് പണി കൊടുക്കുക എന്നുള്ളതാണ് വീട്ടുകാർക്ക്.
അതുകൊണ്ട് തന്നെ വീട്ടുകാർ ഇന്നലത്തെ പോലെ ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ്. അതായത് 30ാമത്തെ സെക്കൻഡിൽ ബസറടിക്കുന്ന സമയത്ത് ലക്ഷ്മി പുറത്തിറങ്ങി, പക്ഷേ പുറത്തെ സ്റ്റെപ്പിൽ തന്നെയാണ് നിന്നത്. ഞങ്ങളൊക്കെ കഥകടച്ച് പുറത്തിറങ്ങിയാലും പുറത്തുള്ള പുൽത്തകിടിയിലേക്ക് കാല് ചവിട്ടും, അപ്പോഴാണ് ടാസ്ക് പൂർത്തിയാക്കുന്നത്. ഇത് അക്ബറിന്റെ നിർദ്ദേശമാണ്. അപ്പോൾ ബിഗ് ബോസ് കാര്യം എന്താണെന്ന് വ്യക്തമാക്കണം. ബിഗ് ബോസ് ആരാണ് മോൻ? ബിഗ് ബോസ് അത് ക്യാപ്റ്റന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്തായാലും ക്യാപ്റ്റൻ ഇത്തവണ വൈൽഡ് കാർഡുകൾക്ക് ഫേവർ ആയിട്ടാണ് സംസാരിച്ചത്. ക്യാപ്റ്റൻ പറഞ്ഞു, ബിഗ് ബോസ് അവസാനത്തെ ബസർ അടിക്കുന്ന സമയത്ത് പണിപ്പുരയുടെ വാതിൽ അടച്ചു, ലക്ഷ്മി പുറത്തു നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും കഴിവുകെട്ട ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് അയാൾക്കെതിരെ ലൈവ് കണ്ടവർക്കറിയാം ഭയങ്കര ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ബിഗ് ബോസ് ക്യാപ്റ്റൻ പറഞ്ഞത് അംഗീകരിച്ചു. അങ്ങനെ അവർക്ക് ആ സാധനവുമായിട്ട് വീടിനകത്തേക്ക് കയറുവാനുള്ള അവസരമുണ്ടായി. തുടർന്ന് ലിവിംഗ് റൂമിലേക്ക് എല്ലാവരും വന്നിരിക്കുവാൻ ബിഗ് ബോസ് പറയുന്നു. ഈ പണികളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ വലിയൊരു പൊട്ടിത്തെറി നടക്കുകയാണ്. അനീഷ് തൊഴുകൈകളോടുകൂടി ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ബിഗ് ബോസ് എന്നെ അപമാനിക്കാവുന്നതിന്റെ പരമാവധി ഇവർ ഇതിനകത്തിട്ട് അപമാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പന്ത് തട്ടിക്കളിക്കുന്നത് പോലെ ഇവരെന്നെ തട്ടിക്കളിക്കുകയാണ്. എല്ലാത്തിനും ഒരതിരില്ലേ ബിഗ് ബോസ്? തീർച്ചയായിട്ടും ബിഗ് ബോസ് ഇതിനകത്തൊരു നടപടിയെടുക്കണം. ബിഗ് ബോസ് എന്നെ അവഹേളിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് അനീഷിന്റെ വലിയൊരു പ്രകടനം അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും അപ്പുറവും ഇപ്പുറവും ഇരുന്നുകൊണ്ട് കൂവുന്ന കാഴ്ച കാണുവാൻ സാധിക്കുന്നുണ്ട്. വാസ്തവത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അനീഷിനെ നമുക്കറിയാം, വന്ന സമയം മുതൽ ആ സോഫയുടെ ഒരു എൻഡിലാണ് അദ്ദേഹം ഇരുന്നു കൊണ്ടിരുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആദിലയും നൂറയും കൂടി അപ്പുറവും ഇപ്പുറവുമുള്ള എൻഡ് കൈവശപ്പെടുത്തി അയാളെ പൊക്കിയെടുത്ത് ദൂരെ എറിഞ്ഞു. അയാൾ ഇപ്പോൾ ഇടയ്ക്കാണ് ഇരിക്കുന്നത്. അനീഷിന് നിർബന്ധമാണ് ആദ്യം വന്നിരുന്ന തൻ്റെ സീറ്റിൽ തന്നെ ഇരിക്കുക എന്നുള്ളത്. അവിടെ അങ്ങനെ ആർക്കും സീറ്റൊന്നും പതിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ അനീഷിന് അവിടെ ഇരുന്നാലേ അതങ്ങോട്ട് ഫിറ്റ് ആവുള്ളൂ. അനീഷ് അവിടുന്ന് മാറൂല. എന്നാൽ ആദിലയും നൂറയും കൂടി ഗുണ്ടായിസം കാണിച്ച് ഇയാളെ അവിടുന്ന് തുരത്തി ഓടിച്ചതാണ്. പക്ഷെ ഇന്ന് അവരൊരു വൃത്തികേട് കാണിച്ചു. അനീഷിനെ തിരിച്ച് ആ സീറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. എല്ലാവരും വന്നിരുന്നു. ഇരുന്ന സ്ഥലത്തു നിന്നും അനീഷ് എഴുന്നേറ്റ് സീറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴേക്കും അവർ സീറ്റ് കൊടുക്കൂല. തോന്നിയാസല്ലേ കാണിച്ചേ? നെറികേടല്ലേ കാണിച്ചത്? ബിഗ് ബോസ് എന്നെ അവഹേളിക്കാവുന്നതിന്റെ പരമാവധി ഇവർ അവഹേളിച്ചു. ബിഗ് ബോസ് പറയുന്നുണ്ട്, അനീഷ് സോഫയിൽ ഇരിക്കില്ല. ബിഗ് ബോസിന്റെ മുമ്പിൽ കൈ തൊഴുതുകൊണ്ട് ഇതിനകത്തൊരു നീതി നടപ്പാക്കുവാൻ വേണ്ടി അയാൾ പറയുന്നുണ്ട്. ഇടയ്ക്ക് താഴെ ഇറങ്ങിയിരിക്കുന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. എൻ്റെ അനീഷ് എവിടെയെങ്കിലും അങ്ങ് ഇരുന്നാൽ പോരെ? ഇല്ല, എവിടെയെങ്കിലും ഇരുന്നാൽ പറ്റില്ല, എനിക്ക് എൻ്റെ സീറ്റിൽ തന്നെ ഇരിക്കണം. എപ്പിസോഡ് കാണുന്ന ആൾക്കാർക്ക് അനീഷിന്റെ ഈ നിലവിളിയും കരച്ചിലും മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് കാണുന്ന സാധാരണ പ്രേക്ഷകൻ വിചാരിക്കുന്നത് വന്നു കയറിയ സമയത്ത് വളഞ്ഞിട്ട് ആക്രമിച്ചതുപോലെ ഇപ്പോഴും അനീഷിനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അനുമോളെ വിട്ടു, വീണ്ടും അനീഷിലേക്ക് ഒരു മടക്കയാത്ര ആരംഭിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ അല്ല കേട്ടോ. സംഗതി ഇതാണ്, ഇരിപ്പിടത്തെ ചൊല്ലിയുള്ള തർക്കമാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, പട്ടിയെ പോലെ ഇവിടെ ഇട്ട് തട്ടുകയാണ്, പന്ത് തട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത്. എവിടെയെങ്കിലും ഇരുന്നാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ പുള്ളി ഇരിക്കില്ല. അവസാനം ബിഗ് ബോസിന്റെ അന്ത്യശാസനം വരികയാണ് എവിടെയെങ്കിലും പോയിരിക്കാൻ. അങ്ങനെ ഒരു വിധത്തിൽ അനുമോള് അനീഷിനെ പിടിച്ച് അവിടെ ഇരുത്തുന്നുണ്ട്. അവിടെ ഇരിക്കുമ്പോഴേക്കും മസ്താനിയുടെ ഒരു കമന്റ്, അനീഷെ കരയണ്ട കേട്ടോ, കരയണ്ട. പെട്ടെന്ന് അനീഷ് ചാടി എഴുന്നേറ്റ് വീണ്ടും തകർക്കുകയാണ്. ഒരു തുള്ളി കണ്ണുനീര് പോലും എന്റെ കണ്ണിൽ നിന്ന് വരുന്നത് നിങ്ങൾ ആരും കാണില്ല. ഈ കാലഘട്ടത്തിൽ, ഈ അടുത്ത കാലഘട്ടത്തിൽ എങ്ങും എന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് പുറത്തു വന്നിട്ടില്ല. നിങ്ങൾ ആരും വിചാരിക്കണ്ട എന്നെ കണ്ണുനീര് കുടിപ്പിക്കാമെന്ന്, ഞാൻ കരയത്തില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും അവിടെ പോയിരിക്കുകയാണ്. അനീഷ് അങ്ങോട്ട് ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് അനീഷിന്റെ എതിരാളിയായ ഒരു കോംബോ ഉണ്ടല്ലോ അവിടെ, നമ്മുടെ ഷാനവാസ് അനീഷിനെ കളിയാക്കിക്കൊണ്ട് എഴുന്നേൽക്കുകയാണ്. നീ അത്രമേൽ ക്രൂരനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് കേട്ടുകൊണ്ട് മറുപടി പറയുന്നത് അനുമോളാണ്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി അങ്ങേര് കൊടുത്തിട്ടുണ്ടെന്ന്. നീ ആരടി അവന് വക്കാലത്ത് പിടിക്കാൻ വേണ്ടി? ഇത് ചോദിച്ചുകൊണ്ട് അനുമോൾക്കെതിരെ പാഞ്ഞടുക്കുകയാണ് ഷാനവാസ്. പിന്നീട് അവര് തമ്മിൽ ബഹളമാകുന്നു. ഈ സമയത്ത് വൈൽഡ് കാർഡ് പണിയുമായിട്ട് അവിടെ കാത്തു നിൽക്കുകയാണ് കൊടുക്കാൻ വേണ്ടി. പക്ഷെ ഈ പ്രശ്നം അങ്ങോട്ട് തീർന്നിട്ട് വേണ്ടേ അവർക്കൊന്ന് സംസാരിക്കാൻ വേണ്ടി. മസ്താനി പറഞ്ഞു, ചേട്ടൻ അവിടെ പോയി ഇരിക്കും, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. നീ മിണ്ടാതിരിടി എന്ന് പറഞ്ഞുകൊണ്ട് മസ്താനിയുടെ നേരെ അങ്ങോട്ട് തിരിയുകയാണ് ഷാനവാസ്. അപ്പോൾ മസ്താനി വിടുവോ? പുള്ളിക്കാരി പറയുകയാണ്, ഞാൻ മിണ്ടും, താൻ ആരാ? താൻ പോടോ. ഉടനെ ഷാനവാസ്, താൻ പോടോന്നോ? അത് വീട്ടിൽ പോയി അച്ഛനെ വിളിച്ചാൽ മതി. അത്രയും കേൾക്കുമ്പോഴേക്കും വൈൽഡ് കാർഡുകൾ എല്ലാവരും കൂടി മസ്താനിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വരുന്നു. ഭയങ്കര സംസാരമാവുകയാണ്. ഷാനവാസിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് തന്തയ്ക്ക് വിളിച്ചു കളയും. തന്തയ്ക്ക് വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരില്ല. ഈ മെയ്ഡിന്റെ പ്രത്യേകത അങ്ങനെയാണ്. എന്തായാലും തന്തയ്ക്ക് വിളി കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ തന്തയ്ക്ക് വിളി കേൾക്കുമ്പോഴും താൻ പോടോ എന്ന് മസ്താനി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വീട്ടുകാരും തന്നെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാൻ മുമ്പോട്ട് ചെല്ലുന്നില്ല. ഇത് കണ്ടുകൊണ്ട് ജിഷിൻ പറയുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ എണ്ണം അണ്ണാക്കിൽ പിരിവെട്ടിയതുപോലെ ഇരിക്കുന്നത് കണ്ടോ? ഒറ്റൊരാൾ പോലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നില്ലല്ലോ. നീ പറഞ്ഞത് തെറ്റാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം.
പക്ഷേ ഷാനവാസ് വിടാൻ ഭാവമില്ല. ഷാനവാസ് വേണമെങ്കിൽ ജിഷിന്റെ തന്തയ്ക്ക് കൂടി ഒന്ന് വിളിക്കാനുള്ള തയ്യാറെടുപ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ അക്ബറുമായിട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ ഇയാൾ തന്തയ്ക്ക് വിളിച്ചു. കഴിഞ്ഞ ദിവസം മാത്രമല്ല, വന്നു കയറിയ സമയം മുതൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അയാളെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പുള്ളി വീട്ടിൽ പോയി തന്തയെ പറഞ്ഞേക്കാൻ പറയും. ഇതിന് ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം കൺഫെഷൻ റൂമിൽ വിളിച്ച് ശക്തമായ താക്കീത് കൊടുത്ത് വിട്ടതാണ്. പക്ഷേ ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് കാശിനെട്ടാണ്. ബിഗ് ബോസ് അല്ല, അങ്ങ് ദേവേന്ദ്രന്റെ അളിയൻ മുട്ടുപട്ടര് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഷാനവാസ് തന്തയ്ക്ക് വിളിച്ചിരിക്കും. ഇനിയിപ്പോൾ എന്തായാലും ഷാനവാസിനെതിരെ എന്തെങ്കിലും നടപടി ഇതിന്റെ പേരുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ട വിഷയം. അടുത്തത് ശൈത്യയുടെ ഒരു പൊട്ടിത്തെറിയാണ്. അവിടെയും കണ്ടന്റ് അനുമോൾ തന്നെയാണ്. ശൈത്യ തകർത്തടിച്ച് മുൻപോട്ട് വരുന്നത് അനുമോളുടെ പല്ലടിച്ച് കൊഴിക്കാൻ വേണ്ടിയാണ്. ശൈത്യ അനുമോളുടെ പല്ലടിച്ച് കൊഴിക്കും എന്ന് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല, പക്ഷെ ലൈവ് കണ്ടവർക്ക് അത് കൃത്യമായി കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പല്ലടിച്ച് കൊഴിക്കാൻ വന്നതിന്റെ പ്രധാന കാരണം എന്താണ്? അതായത് അനുമോള് ശൈത്യയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു. കേൾക്കാത്ത കാര്യം, അറിയാത്ത കാര്യം പറഞ്ഞു പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ശൈത്യയുടെ ഏറ്റവും വലിയ സങ്കടം. അനുമോള് പറയുന്നു, ഞാൻ കേട്ട കാര്യമാണ്, കേൾക്കാത്തതൊന്നും ഞാൻ പറഞ്ഞില്ല. എന്ത് തെളിവാണ് അതിന് നിനക്ക് പറയാനുള്ളത്? അല്ല, എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ശാന്തമായിട്ട് ചോദിച്ചാൽ പോരെ. അതിന് ഈ പല്ലടിച്ചു കൊഴിക്കും എന്നൊക്കെ പറയണോ? ഞാനത് ചെയ്യും. എന്നാ പിന്നങ്ങ് ചെയ്യരുതോ? എന്തിനാണ് ഈ സംസാരിച്ചിട്ട് പോകുന്നത്? തെളിവില്ലാത്തൊരു കാര്യം ആ പെങ്കൊച്ചു പറഞ്ഞു. ശരിയാണ്, അവൾ തെറ്റാണ് ചെയ്തത്. ആ തെറ്റ് ചെയ്ത വ്യക്തിയെ തല്ലാൻ വേണ്ടി വന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് തല്ലാതെ പോകുന്നത്? കഴിഞ്ഞ സീസണിൽ ലാലേട്ടൻ പറഞ്ഞതുപോലെ തല്ലും എന്ന് പറഞ്ഞാൽ തല്ലണം. പല്ലടിച്ച് കൊഴിക്കുന്നത് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഒരു കൂട്ടം ആൾക്കാർ ചുറ്റുപാടിലും. അല്ല, ഈ ശൈത്യ എന്തിനാണ് ഇത്ര പുണ്യവതി കളിക്കുന്നത്? കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ശൈത്യ എന്തൊക്കെയാണ് അവിടെ അനുമോളെ കുറിച്ച് പലരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അനുമോളുമായിട്ട് പിണങ്ങി കഴിഞ്ഞപ്പോഴേക്കും A to Z ഹിസ്റ്ററി മുഴുവൻ അവിടെ വന്നതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും എതിർ ഗ്രൂപ്പിൽ പോയി സംസാരിച്ചില്ലേ? അതുമാത്രവുമല്ല, ആര്യനോട് ലവ് ട്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള കാര്യം വരെ പറഞ്ഞു. സത്യത്തിൽ ഈ അനുമോൾക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ അറിയില്ല. അത് ഓർക്കാത്തത് കൊണ്ടാണോ അതോ വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങ് വിഴുങ്ങുന്നതാണോ എന്നെനിക്ക് സംശയമുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ ജയിലിൽ ജിസയിലും അനുമോളും കൂടി കിടക്കുന്ന സമയത്ത് ബിന്നി അവിടെ വരുന്നുണ്ട്. കുത്തിത്തിരിപ്പിന്റെ ബിന്നി അവിടെ വന്നിട്ട് പറയുകയാണ്, നീ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ആര്യനുമായിട്ട് ലവ് ട്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചവളല്ലേ? നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ശൈത്യ തന്നെ ഞങ്ങളോട് അതിനെക്കുറിച്ച് പറഞ്ഞുവെന്ന്. ആ വീട്ടിൽ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അന്നേരം തന്നെ അത് വെച്ചിട്ട് 4 ദിവസത്തെ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളും കൽപ്പിച്ചേനെ. പക്ഷേ അത് കേട്ട ഭാവം പോലും അനുമോൾ നടിച്ചില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ പല്ല് തല്ലിക്കൊഴിക്കുവാൻ വേണ്ടി വരുന്ന സമയത്ത് പോലും ഇതൊന്ന് ചോദിക്കുവാൻ അവർ മുതിർന്നില്ല എന്നുള്ളതാണ് രസകരമായൊരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ സംസാരിക്കാൻ അറിയാത്തതാണ് പ്രശ്നം, ഇല്ല എങ്കിൽ കൃത്യസമയത്ത് സംസാരിക്കേണ്ട കാര്യങ്ങൾ ഓർമ്മയിൽ വരില്ല. ഇത് രണ്ടുമല്ല എന്നുണ്ടെങ്കിൽ ക്ഷമിക്കാൻ തയ്യാറാകുന്നു, പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കണ്ടുകൊണ്ട് ഒതുങ്ങിപ്പോകുന്നു. പക്ഷേ ഇത് ബിഗ് ബോസ് ആണ് അനുമോളെ. ഈ ബിഗ് ബോസിൽ കൃത്യമായിട്ട് ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്തെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പണി അറിയാവുന്ന ആൾക്കാർ നിങ്ങൾക്കെതിരെ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ ഒരു പ്രതിഫലനമാണ് പല്ലടിച്ച് കൊഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ചാടി വന്നിരിക്കുന്നത്. എന്നാ പിന്നെ നീ ഒന്ന് കൊഴിക്കടി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ സംഗതി അവിടെ തീരുമായിരുന്നു. അത്രയുമെങ്കിലും പറയാനുള്ള ധൈര്യം കാണിക്കണ്ടേ? അങ്ങനെ പറയാതെ വിട്ടുപോയത് കൊണ്ട് വീണ്ടും അപ്പുറത്ത് പോയി കക്ഷി ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് യൂസ് ചെയ്യുകയായിരുന്നു എന്ന്. അപ്പോൾ അനുമോള് ഇത്രയും ദിവസം ശൈത്യയെ യൂസ് ചെയ്തിട്ടാണ് ഈ ഫെയിം എല്ലാം ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം ശരിക്കും പിടികിട്ടിയത്. ഈ ഫെയിം എല്ലാം ഉണ്ടാക്കിയെടുത്ത് ഇത്രയും വലിയ മാരക സപ്പോർട്ട് പുറത്തുണ്ടാക്കിയെടുത്തത് ഈ ശൈത്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഉപയോഗിച്ചിട്ടായിരുന്നല്ലേ? അമ്പടി കള്ളി. എന്തായാലും ഇനിയിപ്പോൾ ശൈത്യയെ ഫ്രണ്ടായിട്ട് കിട്ടുമെന്ന് അനുമോള് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. ഈ വന്ന മുഴുവൻ സപ്പോർട്ടേഴ്സിനെയും ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് ശൈത്യ ഇല്ലാതെയാക്കി കളയും. കാരണം അവിടെ കൈകൊട്ടി ആഘോഷിക്കുകയാണ് ആര്യൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവൾ ഫേക്കാണ് എന്ന് പറഞ്ഞിട്ട്. കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ശരിക്കും സംഭവം എന്താണ്? ശൈത്യ അനുമോളുടെ എക്സ് ലവറെ കുറിച്ച് അപ്പുറത്തെ ഗ്രൂപ്പിൽ പോയൊരു വെളിപ്പെടുത്തൽ നടത്തി എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയമായി വന്നിരിക്കുന്നത്. ആരാണ് അനുമോളോട് ഇത് പറഞ്ഞു കൊടുത്തത്? മസ്താനിയാണ്. മസ്താനി പുറത്തു നിന്നുകൊണ്ട് ഈ കളിയെല്ലാം കണ്ടിട്ട് കയറിയ ആളല്ലേ. അപ്പോൾ മസ്താനി വന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെ ശൈത്യ പോയി അപ്പുറത്തിരുന്ന് സംസാരിച്ചിട്ടുണ്ട്, നീ അവളെ വിശ്വസിക്കാൻ പാടില്ല, അവൾ പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയാണ് എന്നുള്ളത്. അപ്പോൾ അവൾ കട്ടപ്പയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അനുമോൾ ആ ബന്ധം അവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചു. അതേ തുടർന്നുള്ള തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഈ പല്ലടിച്ചു കൊഴിക്കുന്നതിന്റെ വക്കിൽ വരെയോളം എത്തി നിൽക്കുന്നത്. എന്നാൽ ഈ വിഷയം കുറച്ചു കഴിഞ്ഞപ്പോൾ ആര്യന്റെ മുകളിലേക്ക് വരുന്നുണ്ട്. ആര്യനാണ് ഇത് സംസാരിച്ചത് എന്ന് തെളിയിക്കുവാൻ വേണ്ടി ഇതിനിടയ്ക്ക് അടുത്തൊരു കട്ടപ്പ വന്നിട്ടുണ്ട്. പുതിയ കട്ടപ്പയുടെ അവതാരം. ആ കട്ടപ്പയുടെ പേരാണ് ആദില കാര്യമായിട്ട് ഇതിനകത്തൊരു കളി നടത്താൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ആദിലയ്ക്കും ഇപ്പോൾ അനുമോളുടെ കൂടെ നിൽക്കുന്നതിൽ ഒട്ടും തന്നെ താല്പര്യമില്ല. ശരിക്കുമുള്ള കട്ടപ്പ അനുമോളാണ് എന്ന് ആദില കഴിഞ്ഞ ദിവസമേ അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ
അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയിട്ട് അപ്പുറത്തെ ഗ്രൂപ്പിലേക്ക് ചാടുക എന്നുള്ള കർത്തവ്യം മാത്രമേ ആദിലയ്ക്ക് നിർവഹിക്കുവാനുള്ളൂ. അതിന്റെ വക്കിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇരുട്ടടി പോലെ ഇന്ന് രാവിലെ പുറത്ത് മാരക സപ്പോർട്ടുണ്ട് എന്നുള്ള വിവരം ബിഗ് ബോസ് തന്നെ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നത്. ഇപ്പോൾ ആദിലെ ആകെപ്പാടെ ആശയക്കുഴപ്പത്തിലാണ്. അങ്ങോട്ട് പോണോ അതോ ഇവിടെ നിൽക്കണോ? തൽക്കാലം ഇവിടെ നിന്നേക്കാം, അവിടെയും ഇവിടെയും വെറുപ്പിക്കാതെ നിന്നേക്കാം, ഈ ചിന്താഗതിയിൽ നിൽക്കുകയാണ്. തുടർന്ന് അടുക്കളയ്ക്കകത്തെ രംഗമാണ് കാണിക്കുന്നത്. അടുക്കളയിൽ നിന്നുകൊണ്ട് ഷാനവാസുമായിട്ട് ഈ വിഷയം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി ആയിട്ട് തിരഞ്ഞെടുക്കത്തക്കവണ്ണമുള്ള ഒരു സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട് ശൈത്യയുടെ മുൻപിലേക്ക്. അതെന്താന്നല്ലേ? ബഹുരസമാണ്. വൈൽഡ് കാർഡ് പുറത്തുനിന്ന് അകത്ത് കയറിയിട്ടുണ്ട്. അകത്ത് കയറിയ വൈൽഡ് കാർഡ് എന്തൊക്കെയോ അവളുടെ ഉള്ളിൽ കുത്തി വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതാണ് സത്യം എന്ന് വിചാരിച്ചിട്ട് ഇത്രയും നാളും അവളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയ ആൾക്കാരെ മുഴുവനും അവൾ ഇപ്പോൾ പിന്നിൽ നിന്ന് കുത്തിയിരിക്കുകയാണ്. അവളെ വെറുതെ വിടുവാൻ പാടില്ല. അവളിപ്പോൾ വൈൽഡ് കാർഡിന്റെ കൂടെ ചേർന്നിരിക്കുകയാണ്. സത്യത്തിൽ ഇത് കേട്ടപ്പോൾ കുത്തിയിരുന്ന് ചിരിച്ചുപോയി. എന്ന് വെച്ചാലേ ഇത്രയും കാലം നമ്മളൊക്കെ അവളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയിരിക്കുകയായിരുന്നു എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അവിടെ അനുമോളെ ആരാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? നിങ്ങളൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും നിർണായക സാഹചര്യങ്ങൾ വരുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലും ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ട് വാഗ്ദത്തം കൊടുത്തിട്ട് അവരെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ അത് കണ്ട് കമാന്നൊരക്ഷരം മിണ്ടാതെ വായിൽ പഴവും ഇട്ടുകൊണ്ട് നടന്ന ആളാ പറയുന്നത് ചേർത്ത് നിർത്തിയ നമ്മളെ ഇപ്പോൾ അവൾ വെട്ടിയിട്ട് അപ്പുറത്ത് ചാടിയിരിക്കുകയാണെന്ന്. എൻ്റെ പൊന്നു ഷാനവാസിക്ക, നിങ്ങളുടെ കുറച്ച് താല്പര്യവുമുണ്ട്, ബഹുമാനവും ഒക്കെ ഉണ്ട്. അത് വെറുതെ ഇങ്ങനെയുള്ള സെൽഫ് ഗോൾ അടിച്ച് ഇല്ലാതെയാക്കി കളയരുത്. അടുത്തത് ഒരു രസകരമായ കാഴ്ചയാണ്. വൈൽഡ് കാർഡുകളായി വന്നവർ വീട്ടുകാർക്ക് പണി കൊടുക്കുകയാണ്. ആ പണി ഇന്ന് ഒരു സ്മോൾ പണിയാണ്. രണ്ടാൾക്കാർക്കാണ് പണി കൊടുക്കാനുള്ളത്. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്തത് ജിസൈലിനെയും ഒനിലിനെയുമാണ്. ഒനിൽ പണി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ആരെയാണ് എന്ന് ചോദിച്ചപ്പോൾ അയാൾ തിരഞ്ഞെടുത്തത് ഷാനവാസിനെയാണ്. ജിസൈലിനോട് ചോദിച്ചപ്പോൾ കലിപ്പ് മുഴുവനും ഉള്ളിലിരിക്കുകയാണ്. ഉടൻ തന്നെ ഒട്ടും സംശയിക്കാതെ ജിസൈൽ വെച്ചടിച്ചു അനുമോളയാണെന്ന്. പക്ഷേ എന്തിനാണ് തിരഞ്ഞെടുത്തതെന്നുള്ള കാര്യം ജിസൈലിന് മനസ്സിലായില്ല. ടാസ്ക് എന്താണെന്ന് പാവത്തിന് പിടികിട്ടിയില്ല. അനുകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ മുതൽ വൈകുന്ന സമയം വരെയോളം അനുമോൾ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം കോപ്പി ചെയ്തുകൊണ്ടിരിക്കുക, അനുകരിച്ചു കൊണ്ടിരിക്കുക. ഷാനവാസ് എന്തെല്ലാം ചെയ്യുന്നോ അതെല്ലാം ഒനിലും ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ജിസൈലിന് 8ന്റെ പണി കൊടുക്കാൻ പറ്റിയൊരവസരം അനുമോളുടെ കയ്യിൽ വീണ് കിട്ടുകയായിരുന്നു. എന്തായാലും കാര്യമായിട്ട് അനുമോൾ ജിസൈലിന് പണി കൊടുത്തില്ല. ഒത്തിരി വിഷമിപ്പിക്കണ്ടെന്ന് കണ്ടു. എങ്കിലും ലൈവ് കണ്ടവർക്കറിയാം രസകരമായിട്ടുള്ള ഒരുപിടി മുഹൂർത്തങ്ങൾ ജിസൈലിനെ വെച്ചുകൊണ്ട് അനുമോൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റി. അങ്ങനെ കാര്യമായിട്ടൊരു ക്യാമറ സ്പേസ് അനുമോൾക്ക് ഇന്നും ലഭിച്ചു. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത് ഇന്നത്തെ എപ്പിസോഡും അനുമോൾ തന്നെ തൂക്കി എന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഗെയിമറുടെ കയ്യിൽ ഇത് കിട്ടുകയായിരുന്നുണ്ടെങ്കിൽ സംഗതി തൂക്കിയനെ. ഓർത്തിരിക്കാൻ തക്കവണ്ണമുള്ള ഒട്ടനവധി മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിയ ഒരു അസുലഭ സന്ദർഭമാണ് അനുമോൾക്ക് ഇവിടെ കിട്ടുന്നത്. അനുമോൾ കാര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല. ഇത് കാണുമ്പോൾ എനിക്ക് 5ാം സീസണിൽ അഖിൽമാരാരുടെയൊക്കെ ആ രംഗമാണ് ഓർമ്മ വരുന്നത്. അഖിൽമാരാർക്ക് ഇതുപോലൊരു പണി കിട്ടുന്നുണ്ടായിരുന്നു. ആ പണി അയാൾ എത്ര മനോഹരമായിട്ടാണ് ചെയ്തെടുത്തത്. അത് മറക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. ഏഷ്യാനെറ്റിന്റെ ചാനലിൽ ഇപ്പോഴും നിങ്ങൾക്ക് ആ രംഗങ്ങളൊക്കെ കാണുവാൻ സാധിക്കും. പ്രേക്ഷകരെ ചിരിപ്പിച്ച് ഒരു പരുവാക്കി കളഞ്ഞു അയാൾ. അതിൻ്റെ 100-1 പോലും അനുമോളൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവമായൊരു കാര്യം. കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം മറ്റൊരാൾ അനുകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആ ആളിനെ കുരങ്ങ് കളിപ്പിക്കാൻ പറ്റിയൊരവസരമായിരുന്നു അനുമോൾക്ക് ലഭിച്ചത്. ടാസ്ക് എന്താണോ പിടികിട്ടി കഴിഞ്ഞപ്പോഴാണ് ജിസൈലിന് അബദ്ധം മനസ്സിലായത്. എന്തായാലും ജിസൈല് കാര്യമായിട്ടൊരു നന്ദി അനുമോൾക്ക് പറഞ്ഞേ പറ്റൂ, വിഷമിപ്പിക്കാതിരുന്നതിന്. തുടർന്ന് വീണ്ടും കാണുന്നത് പല്ലടിച്ചു കൊഴിക്കുവാൻ വേണ്ടി വന്ന നമ്മുടെ കട്ടപ്പ ആര്യനെ വെച്ചുകൊണ്ടൊരു കൂട്ടിച്ചോദ്യം നടത്തുന്നതാണ്. ആര്യൻ അപ്പോൾ പറയുന്നുണ്ട്, ശൈത്യമൊന്നും അല്ല പറഞ്ഞത്, അത് ഞാൻ തന്നെയാണ് പറഞ്ഞത്. നിന്നോട് ആരാണ് പറഞ്ഞത്? അതെന്തിനാ ഞാനിപ്പോൾ പറയുന്നത്? അത് പുറത്ത് വേറൊരാളാണ് എന്നോട് പറഞ്ഞത്. ആളാരാന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ കേരളത്തിലുള്ള ആർക്കാണ് അതിനെപ്പറ്റി അറിയാത്തത്? കേരളം മുഴുവൻ പാട്ടായിട്ടുള്ള വിഷയമാണ്. എന്താണ് ഈ പാടുന്നത്? അനുമോൾക്ക് ഏതോ ഒരു ചെക്കനോട് പ്രണയമുണ്ടായിരുന്നു പോലും. അനുമോള് പറയുന്നുണ്ട്, എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു, അത് ബ്രേക്കപ്പായി. അതിനിപ്പോൾ എന്താ ഇത്ര പ്രശ്നം? അല്ല, ഇവരൊക്കെ തന്നെയല്ലേ കഴിഞ്ഞ ദിവസം സദാചാരം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വെല്ലുവിളി മുഴക്കിക്കൊണ്ടിരുന്നത്? അവർ തന്നെയാണ് പറയുന്നത് കേരളം മുഴുവൻ അറിയുന്ന ഒരു പ്രണയം അനുമോൾക്കുണ്ടായിരുന്നുവെന്ന്. ശരിക്കും ഏത് പ്രണയത്തിന്റെ കാര്യമാണ് ആര്യൻ ഇവിടെ സംസാരിക്കുന്നത്? ആര്യൻ പറയുന്ന വിഷയവും ശൈത്യ പറയുന്ന കാര്യവും ഒക്കെ ഡിഫറൻ്റ് ആണ്. ഇത് തമ്മിൽ യാതൊരു ബന്ധവുമുള്ള കാര്യമല്ല. ഈ സീസൺ തുടങ്ങിയ സമയത്ത് ലൈവ് ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, അപ്പാനി ശരത്ത് ആര്യനെ വിളിച്ചിരുത്തിക്കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് അനുമോളും അപ്പാനിയും തമ്മിൽ ഈ സീസണിന്റെ തുടക്കത്തിൽ സംഘടനം ആരംഭിച്ച സമയം, അന്നൊരു വലിയ ബഹളമൊക്കെ കഴിഞ്ഞിട്ട് അപ്പാനി ആര്യനെ വിളിച്ച് മാറ്റിയിരുത്തി പറയുന്നുണ്ട്, അനുമോളുടെ പുറത്തെ ലൈഫ് ഉണ്ടല്ലോ അത് വെറും കുത്തഴിഞ്ഞ പുസ്തകമായിരുന്നു. അവൾ പുറത്ത് വേറൊരുത്തനെ വെച്ചോണ്ട് നടന്നവളാണ്.
ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവള് വേറൊരുത്തന്റെ കൂടെയായിരുന്നു, അവനെ വെച്ച് കുറേ കാശ് ഇവൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവനെയും കൊണ്ട് നടക്കുകയായിരുന്നെന്ന്. അത് കേരളം മുഴുവൻ പാട്ടായിട്ടുള്ള വിഷയമാണ്. ഇതാണ് പറഞ്ഞു കൊടുത്തത്. സത്യം പറഞ്ഞാൽ ഇതൊരു ഗോസിപ്പാണ്. സ്റ്റാർ മാജിക്കിനെ ചുറ്റിപ്പറ്റി ഒരു കൂട്ടം ആൾക്കാർ അടിച്ചിറക്കിയ ഒരു അപസർപ്പക കഥയാണിത്. അതാണ് അപ്പാനി അടിച്ചു കൊടുത്തിരിക്കുന്നത്. എന്തായാലും ആര്യന്റെയും അപ്പാനിയുടെയും ഒക്കെ കഥ ഏകദേശം ഈ സീസണിൽ തീരാറായിട്ടുണ്ട്. ഇവരൊക്കെ പുറത്തിറങ്ങി വന്നു കഴിയുമ്പോൾ ഇതൊക്കെ താങ്ങുമോ എന്നുള്ള കാര്യമാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഉറപ്പാണ്, അനുമോളൊക്കെ പുറത്തു വന്നു കഴിയുമ്പോഴേക്കും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില പൊട്ടിത്തെറികളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രമാത്രം ഗുരുതര സ്വഭാവമുള്ള തെണ്ടിത്തരമാണ് അപ്പാനി അന്ന് വിളിച്ചു പറഞ്ഞത്. നമ്മൾ അതിനെക്കുറിച്ച് അന്നേ പ്രതികരിച്ചതാണ്. സ്റ്റാർ മാജിക്കിൽ ഇവൾ ഒരുത്തനെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള വലിയൊരു ആരോപണമാണ് അയാൾ ഉന്നയിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാവിയെ വെച്ചുകൊണ്ടുള്ള കളിയാണ്. ദേഷ്യം വരുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ഇവറ്റകൾക്ക് ഇപ്പോഴും നന്നായിട്ട് അറിയത്തില്ല. അപ്പോൾ ഈ വിഷയമാണ് ആര്യൻ അവിടെ സംസാരിക്കുന്നത്. എന്നാൽ ഈ ശൈത്യ പറഞ്ഞു എന്ന് പറയുന്നതും അനുമോൾ ഇപ്പോഴും വിശ്വസിക്കുന്നതും അനുമോൾക്ക് വേറെ ഏതോ ഒരു പ്രണയം, ചെറിയ എന്തോ ചുറ്റിക്കളി ഉണ്ടായിരുന്നു, അത് ബ്രേക്കായി എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. പുറത്തു വരുമ്പോഴാണ് സത്യാവസ്ഥയൊക്കെ ആൾക്കാർ തിരിച്ചറിയാൻ പോകുന്നത്. എന്തായാലും അനുമോളുടെ സീരിയൽ ഡ്രാമ ഉണ്ടല്ലോ, അത് സീരിയലിൽ മാത്രം ഉപയോഗിച്ചാൽ മതി, എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ട എന്നുള്ള ഒരു അന്ത്യശാസനം ശൈത്യ അനുമോൾക്ക് നൽകിയിരിക്കുകയാണ്. മാത്രവുമല്ല, ആര്യൻ മനഃപൂർവ്വം കരുതിക്കുട്ടി ആക്രമിച്ചു തന്നെയാണ് എന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ നടത്തുന്നുണ്ട്. ഇതൊക്കെ പ്രേക്ഷകരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വരുന്ന ദിവസങ്ങളിൽ കാണേണ്ടത്. അടുത്തതായി ആര്യനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രശ്നം അവിടെ സംഭവിക്കുന്നു. അതായത് ആര്യൻ ധരിച്ച വസ്ത്രങ്ങൾ ഒരു പാൻറ്റും വൈറ്റ് ഷർട്ടുമാണ്. അതുകൊണ്ടൊന്ന് വാഷ്റൂം ഏരിയയിലുള്ള സോഫയിലിട്ടിരുന്നു. ഈ സോഫയിൽ കിടക്കുന്ന ഈ മുഷിഞ്ഞ തുണികൾ ഇത് ആരുടേതാണ്, ഇത് എടുത്തുകൊണ്ട് പോവുക, ഇത് പറഞ്ഞിട്ട് ആ വാഷ്റൂം ഏരിയ ക്ലീൻ ചെയ്യുന്ന ലക്ഷ്മി കുറേ സമയം ആ വീട്ടിലൊക്കെ പരതി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആര്യൻ അത് എടുക്കാൻ കൂട്ടാക്കിയില്ല. എന്നാൽ ലക്ഷ്മി ആ സാധനം എടുത്ത് അവിടെ എങ്ങാണ്ട് ചുരുട്ടിയിട്ടു. പിന്നീട് ആര്യൻ അതൊരു വലിയ വിഷയമാക്കി അങ്ങ് മാറ്റുകയാണ്. വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ചൊരു പ്രൊമോ ഉൾപ്പെടെ ബിഗ് ബോസ് പുറത്തുവിട്ടതാണ്. ഭയങ്കരമായിട്ട് ഈ പ്രശ്നം അങ്ങ് കത്തിച്ചു വിട്ടുകളഞ്ഞു. ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ജിസയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പുറകിന് നടന്ന് ചോദിച്ചതാണ്, ഇത് ആരുടേതാണ്, എടുത്തു മാറ്റണം. ഒരാൾ പോലും പ്രതികരിക്കാൻ തയ്യാറായില്ല. അപ്പോഴാണ് ഞാനതെടുത്ത് മാറ്റിയിട്ടത്. അതെ, ആര്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ഉടുത്തതുരിഞ്ഞ് കണ്ടെടുത്തിട്ടിട്ട് പോകുന്ന ശീലത്തിൽ വളർന്നു വന്ന ആൾക്കാരാണ്. അതിന് ബിഗ് ബോസ് അല്ല, പരലോകത്തെത്തിയാലും ആ പരിപാടി തന്നെ കാണിക്കുകയുള്ളൂ. ഉത്തരവാദിത്തമില്ലാതെ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചു വീണ ആൾക്കാരാണ്. അവരുടെ പിമ്പിലൊക്കെ വേലക്കാർ ധാരാളം നിൽപ്പുണ്ട്. ഉടുത്ത ദൂരി അങ്ങോട്ടിട്ട് കൊടുക്കും, അവരെടുത്ത് വാഷ് ചെയ്ത് തേച്ചു മടക്കി തിരിച്ച് ഷെൽഫിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും. വീണ്ടും ഈ തനിയാവർത്തനം തന്നെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ജീവിച്ചു വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. ഇതിനപ്പുറം ഇവരിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്തായാലും ലക്ഷ്മിയെ കൊണ്ട് സോറി പറയിപ്പിച്ചേ അടങ്ങൂ. ലക്ഷ്മി പറഞ്ഞു, എൻ്റെ പട്ടി പറയും, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം എൻ്റെ മുമ്പിൽ നിന്ന് കുരച്ചിട്ട് യാതൊരു കാര്യവുമില്ല, ഞാൻ പറയില്ല. അതിന് പ്രതികാരം ചെയ്തത് എന്താണെന്നറിയാമോ? ലക്ഷ്മി കഴുകി പുറത്തിട്ടിരുന്ന ലക്ഷ്മിയുടെ തുണി അതെടുത്ത് അയാൾ ബിഗ് ബോസ് വീടിന്റെ മുകളിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ലക്ഷ്മി അത് കണ്ടില്ല. ശരിക്കും ഈ വൈൽഡ് കാർഡായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്ക് വസ്ത്രം ബിഗ് ബോസ് കൊടുത്തിട്ടില്ല. മുൻപ് ആ വീട്ടിലുണ്ടായിരുന്ന ആൾക്കാർ ബിഗ് ബോസ് കൊടുക്കുന്ന റേഷൻ വസ്ത്രവും ഒക്കെ ധരിച്ചുകൊണ്ട് ആഴ്ചയിൽ 2 എണ്ണം മാത്രം മാറിയിട്ടുകൊണ്ട് നടന്നു ഓർക്കുന്നില്ലേ? ആ സമ്പ്രദായം തന്നെയാണ് ഇപ്പോൾ വൈൽഡ് കാർഡിനും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ ആകെപ്പാടെ 2 തുണി കഴുകി മാറിയും തിരിഞ്ഞു ഇട്ടുകൊണ്ടിരിക്കണം. അതിലൊന്നാണ് കഴുകിയിട്ടിരിക്കുന്നത്. ആ കഴുകിയിട്ട തുണിയാണ് എടുത്ത് വീടിന്റെ മുകളിലേക്ക് ആര്യൻ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നത്. ആര്യനെ സംബന്ധിച്ച് ഇത് പുതുമയുള്ളൊരു സംഭവമല്ല. ആരോട് അയാൾക്ക് കലിപ്പ് തോന്നുന്നോ അന്നേരം അവരുടെ സാധനം എടുത്ത് തോന്നിടത്തേക്ക് വലിച്ചെറിയുക. അനുമോളുടെ സാധനങ്ങളും ഇതുപോലെ തന്നെയായിരുന്നു അയാൾ വലിച്ചെറിഞ്ഞിരുന്നത്. എന്നിട്ട് നെവിനോട് അയാൾ പോയി പറയുകയും ചെയ്യുന്നുണ്ട്, അവളുടെ കിറ്റ് ഞാൻ വലിച്ച് അപ്പുറത്ത് എറിഞ്ഞു കളഞ്ഞിട്ടുണ്ട് എന്ന്. ചുരുക്കി പറഞ്ഞാൽ ആകെ മൊത്തം ടോട്ടൽ തെമ്മാടിത്തരത്തിന് കയ്യും കാലും വെച്ച ഒരാളാണ് ഈ ആര്യൻ എന്ന് പറയുന്ന ഉൽപ്പന്നം. ഇതിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി വരുന്നത് ഓർക്കുമ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ട്. എന്തായാലും ഈ പ്രശ്നത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആര്യന്റെ പിൻപിൽ ആ വീട്ടുകാരെല്ലാവരും അണിനിരന്ന് കേട്ടോ. കാണിച്ചത് തെമ്മാടിത്തരമാണെന്നുണ്ടെങ്കിലും ഇവിടെ വൈൽഡ് കാർഡാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈൽഡ് കാർഡിനെ ആക്രമിക്കുന്നതിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഈ സീസണിൽ വന്നിരിക്കുന്ന ഓരോ മത്സരാർത്ഥികളും വൈൽഡ് കാർഡുകളായ ആ വീട്ടിലേക്ക് വന്നു കയറിയിരിക്കുന്ന ആൾക്കാരെ ഏകദേശം പുറംപോക്കുകളെ പോലെയാണ് കാണുന്നത്. എല്ലാ സീസണുകളിലും വൈൽഡ് കാർഡ് കിടത്താറുണ്ട്. ആ ആൾക്കാരോട് ആ വീട്ടിലുള്ള ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ 1-2 ദിവസം കഴിയുമ്പോൾ സെറ്റാവും. പിന്നീട് ഒരേ രീതിയിൽ തന്നെ എല്ലാവരും മുൻപോട്ട് പോകും. പക്ഷേ ഈ സീസണിൽ മാത്രം ഇപ്പോൾ കയറി വന്നിരിക്കുന്ന ഈ 5 മത്സരാർത്ഥികളെ ഒരു വേറിട്ട കണ്ണുകൊണ്ടാണ് കാണുന്നത്. അവർ നമ്മുടെ കാറ്റഗറിയിൽപ്പെട്ടവരല്ല, അവരേതോ അന്യഗ്രഹത്തിൽ വന്ന ജീവികളാണ്. അവർക്ക് പണി കൊടുത്തേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം വിചിത്ര ജീവികൾ. ഇനിയിപ്പോൾ വൈൽഡ് കാർഡിന്റെ ഭാഗത്താണ് 100% ന്യായമെങ്കിലും അവർ വൈൽഡ് കാർഡുകളായതുകൊണ്ട് ആ ന്യായത്തെ നമ്മൾ അട്ടിമറിക്കും, നമ്മൾ തെറ്റിനു വേണ്ടി വാദിക്കും. ഇതാണ് വീട്ടുകാരുടെ ഇപ്പോഴത്തെ ന്യായം.
അടുത്തത് ഒരു പ്രധാനപ്പെട്ട ടാസ്കിന്റെ ബാക്കി പത്രത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പി അടിച്ചു മാറ്റുക എന്നുള്ളതായിരുന്നു ടാസ്ക്. ആ ടാസ്കിൽ പല ആൾക്കാർക്കും കാര്യമായിട്ട് മുറിവുകളുണ്ടായി, പരിക്കുകളുണ്ടായി. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ആ പരിപാടി മാറ്റിവെച്ചിട്ട് പുതിയൊരു ടാസ്കുമായിട്ട് വന്നിരിക്കുകയാണ്. ഈ ടാസ്ക് ജയിക്കുന്ന 3 ആൾക്കാരുണ്ടാവും. ആ 3 ആൾക്കാരെ കാത്തിരിക്കുന്നത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ, സൂപ്പർ നോമിനേഷൻ പവർ, സൂപ്പർ ഫാമിലി പവർ. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ലൈവും ഒക്കെ കണ്ടവർക്ക് അതിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ വിശദീകരിക്കുവാൻ വേണ്ടി പോകുന്നില്ല. ഈ ടാസ്കിൽ മത്സരിക്കുവാൻ വേണ്ടി മുൻപോട്ട് വന്നത് 4 ആൾക്കാരാണ്. മസ്താനി, നെവിൻ, നൂറ, ഒനിൽ. മത്സരം അവസാനിച്ചപ്പോൾ 2 ആൾക്കാർ വിജയികളായി പുറത്തു വരികയാണ്. മസ്താനിയും നെവിനും പരാജയപ്പെടുന്നു, ഒനിലും നൂറയും വിജയിച്ചിരിക്കുന്നു. ഇനി അടുത്ത ദിവസം ഈ 2 ആൾക്കാരിൽ നിന്നും യഥാർത്ഥ വിജയിയെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ടാസ്ക് നടക്കും. അടുത്തതായി വരുന്നത് എപ്പിസോഡിന്റെ അവസാനത്തെ കാഴ്ചകളാണ്. അതായത് ആ വീട്ടിൽ വെസൽ ടീം ഉണ്ടല്ലോ, പാത്രങ്ങൾ കഴുകുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ടീം. ആ ടീമിലെ പ്രധാനപ്പെട്ട ഒരാളാണ് മസ്താനി. മസ്താനിയുമായിട്ടുള്ള പ്രശ്നമാണ്. അതായത് തിന്ന പാത്രം അവരവർ തന്നെ കഴുകി വെക്കണം. മസ്താനി പറഞ്ഞു, എച്ചിൽ പാത്രം കഴുകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ആ പേരിൽ അർദ്ധരാത്രി കഴിഞ്ഞിട്ടും ആ വീട്ടിൽ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കഴുകാതെ വെച്ചിട്ട് പോയി. പാത്രങ്ങളെല്ലാം വാഷ് ബേസിലും സിങ്കിലും ഒക്കെ കൂട്ടിയിട്ടിട്ട് അവർ പോയി കിടന്നുറങ്ങുന്നു. അക്ബറും അപ്പാനിയും ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ഇവരെ മര്യാദ പഠിപ്പിക്കുവാനും പാത്രം കഴുകിക്കുവാനും. കഴുകില്ല എന്ന് വാശി പിടിച്ച് മസ്താനി നിൽക്കുകയാണ്. കഴുകിച്ചേ അടങ്ങൂ, നാളെ തിരുവോണമാണ്, ഇത് നിങ്ങൾ കഴുകിയിരിക്കും, ഒരു കാരണവശാലും കഴുകില്ല എന്ന് മസ്താനി വാശി പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അക്ബർ പറയുകയാണ്, എങ്ങാണ്ടൊന്ന് കുറെ അലവലാദികൾ കയറി വന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ചിരിക്കാനാണ് തോന്നിയത്. ഇവരായിരുന്നു ആ വീട്ടിലെ ഏറ്റവും വലിയ അലവലാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന ആൾക്കാരാണ്. അവരെ കടത്തിവെട്ടുന്ന അതിനേക്കാൾ വലിയ അലവലാദികൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവര് ഒരു പൊടിക്ക് ഒതുങ്ങേണ്ടി വന്നോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് സഹികെട്ടിട്ട് അക്ബർ അവസാനം മസ്താനിയെ വിളിക്കുകയാണ്, നീ പോടി ചന്തപ്പുര മസ്താനി. അത്രയും അങ്ങോട്ട് കേട്ടപ്പോഴേക്കും അപ്പാനി അത് ഏറ്റുപിടിച്ചു. അപ്പാനി ആവർത്തിച്ച് വിളിച്ചു പറയുകയാണ്. അപ്പാനിയുടെ വിളിയാണ് ശരിക്കും മസ്താനി കേൾക്കുന്നത്. അപ്പോൾ മസ്താനി പറയുകയാണ്, അപ്പാനി അതങ്ങ് അങ്കമാലിയില്, ആ പണിയുമായിട്ട് എൻ്റെ അടുക്കലേക്ക് വരണ്ട, നടക്കുകയല്ല, പാത്രം ഞാൻ കഴുകത്തില്ല. അവനവൻ കഴിക്കുന്ന പാത്രം അവനവൻ കഴുകി വെക്കണം, വല്ലവനെയും കൊണ്ട് കഴിയിക്കാൻ വേണ്ടി ഇരിക്കരുത്. അത് നെറികെട്ട പരിപാടിയാണ്. അല്ല, ഇവിടെ ഈ സമ്പ്രദായമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതുവരെ അങ്ങനെയായിരുന്നു. ഇവിടെ വെസൽ ടീമാണ് കഴുകുന്നത്. അതൊക്കെ പണ്ട്, അതൊന്നും നമ്മൾ ചെയ്യൂല. ഇപ്പം ഞങ്ങളുടെ നിയമം ഇതാണ്, ആരാണോ തിന്നത് അവനവന്റെ പാത്രം കഴുകി വെക്കണം. അപ്പാനി ഒട്ടും വിടാൻ താല്പര്യമില്ല. അപ്പാനി മതം പൊട്ടിയ ആന കണക്കെ മസ്താനിയുടെ മസ്തകത്തിൽ അടിക്കാൻ വേണ്ടി കിടന്ന് ചുറ്റിലും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മസ്താനി നല്ല കുറിക്കുകൊള്ളുന്ന വർത്തമാനം പറയുന്നുണ്ട്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്, ഒത്തിരി കഥകൾ ഞാൻ പറയാൻ തുടങ്ങിയാൽ പുറത്തു വരുമെന്ന്. അത് ശരിക്കും അപ്പാനിയുടെ കുരു പൊട്ടിച്ചു കളഞ്ഞു. അപ്പാനി പറയുകയാണ്, ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല, ഇവിടുന്ന് ഞാൻ പുറത്തിറങ്ങട്ടെ. ഇത് എവിടുന്നാ വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പുറത്തിറങ്ങിയിട്ട് ഞാൻ പണി തരാമെന്ന്. അത് അനുമോൾക്കുള്ള ഒരു ഇൻഡയറക്റ്റ് ഭീഷണിയായിരുന്നു. അനുമോളാണ് എന്തൊക്കെയോ ഉറുത്തിക്കൊടുത്തിരിക്കുന്നത് എന്ന ചിന്തയിലാണ് ഇയാൾ ഈ അടിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ ഒരാഴ്ചക്കുള്ളിൽ പുറത്തു വലിയ കലാപം സൃഷ്ടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും മസ്താനി നല്ല രസമുണ്ട് ഇവറ്റകളുടെ കരച്ചിൽ കാണാൻ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, ഞാൻ കിടക്കുകയാണ് ബിഗ് ബോസ് എന്ന് ക്യാമറയുടെ മുമ്പിൽ നോക്കി പറഞ്ഞിട്ട് കട്ടിലിലോട്ട് പുതപ്പിട്ട് മൂടുകയാണ്. പക്ഷേ വീണ്ടും അവിടെ പ്രശ്നമാണ്. മസ്താനിയെ എഴുന്നേൽപ്പിക്കും, പാത്രം കഴുകിക്കും. മസ്താനി പോയി പണി നോക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും പുതപ്പ് വലിച്ചിട്ട് കിടക്കുന്നു. ക്യാപ്റ്റനോട് പോയി പറയുന്നു, ക്യാപ്റ്റനാണ് ഇവരെ കൊണ്ട് കഴിയിക്കേണ്ടത്. ക്യാപ്റ്റൻ പറയുന്നു, എനിക്ക് പേടിയാണ്. ഇത്രയും കാലം ആ വീട്ടിലെ സകല ആൾക്കാരെയും വരച്ച വരയിൽ നിർത്തിയ അപ്പാനിയും അക്ബറും ദേ കുഴഞ്ഞു. ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ പോയി പറയുകയാണ്, ബിഗ് ബോസ് നാളെ ഒരു നല്ല ദിവസമാണ്. എന്തൊരു കച്ചറയാണ് ഈ അടുക്കളയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്, പാത്രം കഴുകിച്ചേ പറ്റൂ. ബിഗ് ബോസ് മിണ്ടുവോ? ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് അടുക്കളയും ഇവരുടെ മുഖവും മാറി മാറി കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ തിരുവോണമായിട്ട് അപ്പാനിക്കും അക്ബറിനും നല്ല ഒന്നാന്തരം പണി കൊടുത്തിട്ടാണ് മസ്താനി ഉറക്കത്തിലേക്ക് പോയിരിക്കുന്നത്. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെ പുകിലുകളായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ആ ലൈവ് അപ്ഡേറ്റുകളുമായി നാളെ വീണ്ടും എത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.